ഹായ് ഹലോ സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കു കുക്കിന്റെ പുതിയൊരു ബ്രാൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിലുണ്ടായിരുന്ന നമ്മുടെ ലഡാക്ക് ബീഫ് ഒക്കെ ട്രൈ ചെയ്തിട്ട് കുറേ പേര് നമുക്ക് ഫീഡ്ബാക്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നത്. കാരണം കഴിഞ്ഞ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം രുചിയായിട്ടാണ് നമ്മളത് കഴിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് അത് അടിപൊളിയാണെന്ന് അറിഞ്ഞ് നമ്മളെ അറിയിക്കുമ്പോൾ നമുക്ക് അതിനെക്കാട്ടും ഭയങ്കര സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓരോ എപ്പിസോഡും ഇങ്ങനെ ഓരോരോ പുതിയതായിട്ടുള്ള എന്ത് ഐറ്റംസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരേണ്ടത് എന്നുള്ള ചിന്തയിലാണ് ഞാനും. എന്നെക്കാട്ടും ചിന്തയിലാണ് നമ്മുടെ സ്വന്തം ഷെഫ് നളൻ. അപ്പം ഇന്നത്തെ കലവറയിൽ ഞാൻ നോക്കിയപ്പോൾ മുട്ടയാണ് ആദ്യമായിട്ട് കാണുന്നത്. മുട്ടയുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ലെമൺ ഉണ്ട്, എണ്ണ ഇട്ടിട്ടുണ്ട്, സവോളയുണ്ട്, ചെറിയുള്ളിയുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്താണ് മുട്ട വെച്ച് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫുഡ് ഐറ്റം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നേരെ കടക്കാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഷെഫിനെ വിളിച്ചാലോ? സോ ലെറ്റ്സ് വെൽക്കം ഷെഫ് നളൻ. നമസ്കാരം. കുറച്ച് തിരക്കിലായി പോയി. എന്താണ് ഇന്നത്തെ തിരക്കിന്റെ പ്രത്യേകത? കഴിപ്പിക്കുക ഈ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് അത് ഭയങ്കര വൈറലായി. അതെ, ഇപ്പൊ കുട്ടികൾക്ക് ഒളിച്ചോടാൻ ഞാൻ ഒരു പ്രചോദനമായെന്നാണ്. ആരും അത് ഈ പറഞ്ഞ അടിയിൽ എഴുതി കാണിക്കണം. ഇതൊന്നും ആരും അനുകരിക്കരുത്. ലഡാക്ക് ബീഫിന്റെ ഇപ്പോഴും ഫീഡ്ബാക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് തോന്നുന്നു ഷെഫിന്? ലഡാക്ക് ബീഫ് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ഒന്നുകൂടെ ചോദിക്കാം അല്ലേ? അതുകൊണ്ട് നമുക്ക് വിളിക്കാം. ഞാൻ ഇവിടെ നിൽക്കാം അല്ലേ? നേരത്തെ തന്നെ എന്റെ പൊസിഷൻ എപ്പോഴും ഞങ്ങൾ എല്ലാ സമയത്തും കറക്റ്റ് പൊസിഷനിലൊക്കെ ആക്കി സെറ്റ് ആക്കിയിട്ടൊക്കെ നിൽക്കുള്ളൂ അല്ലേ? ആ പാട്ടുകാരനെ വരയ്ക്കുന്ന ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം രാജാ സാഹിബ് ചേട്ടൻ. ഞാനങ്ങനെ പറയില്ല, സുഹൈബ് അണ്ണൻ. ഒരംഗത്തിനാണോ നിന്റെ താല്പര്യം? കഴിഞ്ഞ പ്രാവശ്യം നീ ഒന്ന് അംഗം വെട്ടിയതാ. അതെ, പറ്റില്ല. അവനെ ജനിപ്പിച്ചവനോട് തന്നെ പുച്ഛം തോന്നുമ്പോ ആരുടെ മുഖത്ത് നോക്കി തന്തയില്ലാത്തവനെന്ന് പറയാം. പൊന്നിനും പണത്തിനുമായി പോരാടിയപ്പോ സ്നേഹിച്ച നീയും എന്നെ തോപ്പിച്ചതാ. എന്തിനാ നീ ഇങ്ങനെ എന്നെ ഇട്ട് വേദനിപ്പിക്കണ? ഇടാണ്ട് വേദനിപ്പിച്ചൂടെ? കണ്ണകാക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞില്ല, എന്റെ ഒരു മോട്ടിവേറ്ററാണ് എന്റെ ഈശ്വര. എന്നെ വഴിതെറ്റിക്കാൻ ആദ്യം കൈപിടിച്ചു കൊണ്ടുപോകാൻ. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസമേ ഉള്ളു. ഈ ഒരു ഇപ്പൊ എനിക്ക് പറയാൻ ഞാൻ ഇദ്ദേഹത്തിനെ 10-35 വർഷം കഴിഞ്ഞിട്ട് കാണുന്നു. പക്ഷെ അവന് 10-40 വർഷം എന്ന് പറയേണ്ടി വരും. ഞങ്ങള് അല്ല, കാരണം പുള്ളി പഠിച്ചു അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഓടി ചെല്ലുകയല്ലേ. ഞാൻ മൂത്താപ്പായിരുന്നു. എടോ, ഞാൻ അന്തസ്സോടുകൂടി പറയാം. നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഒരു മണിക്കൂറത്തെ എപ്പിസോഡ് പറയാനുണ്ട്. പക്ഷെ നമുക്ക് ഇതിനിടയ്ക്ക് നമ്മളെ മുട്ട പൊട്ടാനുണ്ട്. പാചകത്തിലേക്ക് വരാം. എന്താണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്? അതെ, ഞാൻ ഇത് കണ്ടിട്ട് എഗ്ഗ് കൊണ്ടുണ്ടാക്കുന്ന എന്തോ ഒരു സംഭവമാണ്. ഞാൻ ഒരു പഴയ ചോദ്യമാണ്, ബട്ട് ഈ ഒരു ചോദ്യത്തിനകത്ത് എന്തെങ്കിലും എൻ്റെ സുഹൃത്തെന്ന് മാത്രമല്ലാതെ വലിയ ഒരു ഷെഫ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഈ മുട്ടയാണോ ആദ്യം ഉണ്ടായത്, കോഴിയാണോ ഉണ്ടായത്? നീ ആദ്യം എന്താ കണ്ടത്, കോഴിയാണോ മുട്ടയാണോ? ജീവിതത്തിലല്ലേ? ഞാൻ മുട്ടയും കണ്ടു, കോഴിയും കണ്ടു. കോഴി മുട്ടയുടെ പുറത്ത് അടയിരിക്കുന്ന കണ്ടു. ഇതെല്ലാം കണ്ട ഇപ്പൊ ഞാൻ ഉത്തരം നിനക്കുണ്ട്. ആ മുട്ട ഞാൻ കൊണ്ട് വിൽക്കുകയും ചെയ്തു. ഞാൻ പുതിയ സൈക്കിൾ എടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മള് മുട്ട വെച്ച് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പോവാം. നമുക്ക് ഇത് ഹിന്ദി പറയും മുർഗ ക അണ്ട മസാല. നമ്മള് മുർഗാണല്ലേ? നമ്മൾ പറഞ്ഞു മുട്ട കപ്പ് കേക്ക് ആണ് ഉണ്ടാക്കാൻ അല്ലേ? എനിക്ക് കിണ്ണം അവിടെ ഇരിക്കുന്നതിന്റെ കിണ്ണം അല്ലാണ്ട് ഒരു കണ്ണും കാണുന്നില്ല കേട്ടോ. ആനിലെ കണ്ണനാണോ? നെയ്യിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്യുന്നു. അതെ, ഇങ്ങനെ അടിപൊളിയാവാ. ഓക്കെ, നമ്മൾ ഗീട്ട് ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊട്ടിക്കുവാണ്.
പിന്നെയും ഗീ എടുത്തിട്ടോ. ഗീ ആണോ എണ്ണയാണ് ഇട്ടത്? എന്തോ ഇട്ട് മോളെ. എന്റെ പൊന്ന് chef. എന്റെ പൊന്ന് chef ഒന്ന് പറ. എന്റെ ഷെഫേട്ടാ, ഒന്ന് പറഞ്ഞാ എന്റെ രാജേട്ടാന്നും എന്റെ ഷെഫേട്ടാന്നും ഇച്ചിരി എണ്ണ, ഇച്ചിരി തുള്ളി എണ്ണ എല്ലാത്തിലും ഇട്ടു, പിന്നെ തുള്ളി ഉപ്പും എല്ലാത്തിലും ഇട്ടു കേട്ടോ. വെള്ളം ഒഴിച്ച് കറി വെക്കുകയാണ്. ജീവിതത്തിൽ പഠിച്ചു വെച്ചോണം. കത്തിച്ചിട്ട് നമ്മള് വെള്ളം, ഒരു ബൗൾ വെള്ളം. അതെ, നമ്മുടെ യൂട്ടൻസിൽ കുക്ക് വെയർ ആണ്. വളരെ ഈസി പീസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ യൂട്ടൻസിൽ കുക്ക് വെയർ ആണ്. സോ അതിൽ എന്താണ്, കുറച്ച് തക്കാളി ഇതാ. ഇതാണ് നമ്മുടെ ഷെഫിന്റെ മാജിക് മസാല. ഇതാണ് ഇത് നോക്കിയാൽ മസാല. മുളക് പൊടിയില്ല, പറയൂ. മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, മഞ്ഞപ്പൊടിയില്ല, മഞ്ഞ നാരങ്ങ ഉണ്ട്, കത്തിരിക്ക ഉണ്ട്, ഗരം മസാല എടുത്തിട്ട്. ഗരം മസാല ഉണ്ടോ? ഇല്ല, ഗരം മസാല ഒന്നുമില്ല. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് സോൾട്ട് മാത്രമേ ഉള്ളൂ. ഇടുന്നു. ഓ, നേരെ അങ്ങോട്ടേക്ക് എടുത്തിടുക. നമ്മളാ 4 പൊട്ടിച്ചിട്ട മുട്ടയും അതിനകത്ത് സവാളയും ഇച്ചിരി തക്കാളിയും ഇച്ചിരി എണ്ണയും ഇച്ചിരി ഉപ്പും എല്ലാം കൂടെ നമ്മൾ 4 എടുത്ത് എല്ലാം ഇച്ചിരി എന്റെ അടച്ചു വെച്ചു. ഈ പ്രായത്തിലൊന്നും കളഞ്ഞിട്ടില്ല. എത്ര സമയമുണ്ട് നമുക്ക് ഇത് വെച്ചിട്ട്? ഇതെന്തായാലും തിളങ്ങാൻ ഒരു 8 മിനിറ്റ് എടുക്കും. 8 മിനിറ്റ്. ആ 8 മിനിറ്റിൽ നമുക്ക് ചേട്ടൻ ഒരു പാട്ട് കേൾക്കാം. ഒരു പാട്ട്. ഒരു അയ്യപ്പ ഭക്തി ഗാനം പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ പാട്ട് ഈ മമ്മൂക്കയാണ് അതിൻ്റെ ഇത് ചെയ്തത്. ഇടയ്ക്ക് വല്ലാത്ത ഒരു കഷ്ടം തന്നെയാണ് ഇത്. നമ്മളൊരു കാര്യം ഇതായി വരുമ്പോഴത്തേക്കും അപ്പോൾ എന്തായാലും നമ്മളിവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? നാളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അയ്യപ്പ ഭക്തി ഗാനത്തിനകത്ത് കത്തി എരിയുന്ന കർപ്പൂരത്തിൻ്റെ സംഭവമാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സന്തോഷം. തികഞ്ഞ കെ ഗോപൻ. അതെ, ഞാൻ ഈ പാട്ട് പാടിയിട്ട് നേരെ പോയതെവിടെയാണെന്നറിയാം? മക്കയിലേക്ക് വൈഫ് ഞാനും കൂടെ ഉംറയ്ക്ക് പോയി. സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി നേരെ വന്നിട്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് നേരെ ഫ്ലൈറ്റിൽ കയറി സൗദിയിലേക്ക് പോകുമായിരുന്നു. ഭയങ്കര ഒരു വൈബായിരുന്നു. മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയുക. അതെ. മമ്മൂക്കയാണ് ഇതിൻ്റെ ബ്രോഷർ ഇത് പ്രകാശനം ചെയ്തത്. കർപ്പൂരനാളം ആളും നിന്നടയിൽ കത്തിയുരുകും മനസ്സുമായി ഞാൻ കലിയുഗ വരദനാം അയ്യപ്പ ഭഗവാന്റെ കരുണ തന്നുളി തേടി തൊഴുതു നിൽപ്പൂ. ആ ദിവ്യശോഭയിൽ ആറാടി നിൽക്കുമ്പോൾ ആ ദുഃഖമെല്ലാം അലിഞ്ഞിടുന്നു. കർപ്പൂരനാളം ആളും നിന്നടയിൽ കത്തിയുരുകും മനസ്സുമായി ഞാൻ. അല്ലെ, തുടരും സിനിമ തുടങ്ങുന്നത് എങ്ങനെയാണല്ലോ. തുടരത്തിനതെ അയ്യനെ വിളിച്ചോണ്ടല്ലേ തുടങ്ങുന്നത്. അയ്യപ്പനും എല്ലാം വരുന്നുണ്ട്. ഞാൻ നരേന്ദ്രമോദിജീനെ ചെയ്തിട്ട് ഞാൻ അത് ചെയ്ത് അങ്ങനെയും വിട്ടില്ല. മോദിജി ചെയ്ത് ഇത് കണ്ടിട്ട് മമ്മൂക്ക അതുപോലെ നമ്മുടെ ജയറാമേട്ടൻ ഇവര് 3 പേര് ഇരിക്കുന്ന സമയത്ത് ഇത് ചെയ്ത് എന്നെ കമൽ സാറ് ജയറാമേട്ടനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷനെ കുറിച്ച് പുള്ളി എന്നോട് പറഞ്ഞു. വിരൽ തുമ്പിൽ വരെ നീ അതിനെ പ്രസൻറ്റ് ചെയ്തപ്പം മോദിജി വന്നിട്ടുള്ളൂ. മേരെ പ്യാരെ ദേശവാസിയോ മാ കി സേവാ കഭി കൃപ ഹോ സക്തി ഹൈ. जॉर्ज सार सन्या देशवासियों ने हम पर जो विश्वास रखता है वो विश्वास हम दिल पर रहेगा. जय भारत माता. അല്ല, ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രധാനമന്ത്രി ചെയ്ത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, യു ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷിനെ ചെയ്യാൻ വേണ്ടി മേക്ക് ഓവർ ചെയ്തത് ഒരു രാത്രി മൊത്തം ഇരുന്നിട്ടാണ് മേക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര, നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് അത് ചെയ്തിട്ട് പെട്ടെന്ന് മൻസൂർ അലി ഖാനായി മാറിയത് എനിക്ക് അത്ഭുതമായിരുന്നു.
മൻസൂർ അലിഖാനാണ് ഇവന്റെ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഈ തുടങ്ങിയ സമയത്തെ വിഗും എല്ലാം വെച്ചിട്ടാ വരുന്നത്. സാധനം എല്ലാം അന്ന് വിക്കില്ല, മുടിയുണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ വളർത്തിയിട്ടിട്ട് ഇവരിങ്ങനെ മാനറിസവും ആ ചിരിയും മൻസൂർ അലിഖാൻ അപ്പൊ നമ്മൾ ഇത്ര ഷെഫ് ഇത്ര പറഞ്ഞല്ലേ, നമുക്ക് മൻസൂർ അലിഖാനെ കാണണം, മൻസൂർ അലിഖാനെ കാണണം, കമലഹാസൻ സാറിനെ കാണണം, അതുപോലെ തന്നെ നമുക്ക് മമ്മൂക്കനെ കാണണം. പ്ലീസ് പ്ലീസ്, ഒരു ആഗ്രഹമാണ്. അവരവരെ ജനിപ്പതിനോട് പുച്ഛം തോന്നും, ആരുടെ മുഖത്ത് നമുക്ക് തന്തയില്ലാത്തവർക്ക് പറയാം yes he is a third-rate bastard and a real pain in the National Police Department and he got that it deserved. അവനെ ഹിച്ചവനാണ് what did he deserve? നമ്മുടെ മമ്മൂക്കനെ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാം പറഞ്ഞു മൻസൂർ അലിഖാൻ മൻസൂർ അലിഖാൻ, കമലഹാസൻ. പെട്ടെന്ന് മോദിയിൽ നിന്ന് മൻസൂർ അലിഖാനിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് വിഗൊക്കെ വെച്ചിട്ടാണ്. ഇപ്പം മുട്ടിയൊക്കെ ഇങ്ങനെ വളർന്നിട്ടാലേ നമുക്ക് അതുപോലൊക്കെ ചെയ്യാം. ഇപ്പം പുള്ളി മറ്റേ കുറെ പുതിയ പടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ആവേശത്തിനകത്തൊക്കെ പലർക്കും ഓർമ്മയില്ലായിരുന്നു, ശരിക്കും മറന്നുപോയ ഒരാളായിരുന്നു. പക്ഷെ ആവേശത്തിലൂടെ വന്നത് ஏய் ஏமா பார்க்குறாங்க டேய் எல்லாரும் இங்கே வந்து நான் செத்துருக்கான வரும்போதே என் காலை தொட்டவனை மன்னிச்சதில்ல, நெஞ்ச தொட்டவனை விட்டதில்ல. இன்னைக்கு கீரிக்கும் பாம்புக்கும் மொட்டைக்கும் சண்டை. நீ செத்தா நான் சாப்பிடு, நான் செத்தா நீ சாப்பிடும். இன்னைக்கு சாவலதான் நான் உன்னை சுத்த கொண்டுடுவாங்க. പെട്ടെന്ന് നമ്മള് തിരിച്ചിടുവാണോ? തിരിച്ചിടുവാ കേട്ടോ ക്ലിപ്പ്. രാജസാഹിബ് ചേട്ടൻ്റെ എത്രാമത്തെ, അയ്യോ പറയാൻ സമ്മതിക്കത്തില്ല, അതിന് മുമ്പേ എല്ലാം എന്തെങ്കിലുമൊക്കെ കാണിക്കും. വാ, ഇത് മൊത്തം എടുത്തിട്ടോ. നിന്റെ ഒരു കൈറ്റച്ചും കൂടെ വരട്ടെ. കുറവുണ്ടായിരുന്നു. അതെ, ആർക്കും മുട്ട കിട്ടിയില്ല എന്നുള്ള പരാതി കാണത്തില്ല. മോനെ വെളിച്ചെണ്ണ ഇട്ടായിരുന്നോ? അതെ, വെളിച്ചെണ്ണ ഇട്ടു. നമ്മളോട് പറഞ്ഞില്ലേ വെളിച്ചെണ്ണ ഇട്ടായി. അടുത്ത എപ്പിസോഡ് ഇരുന്ന് കാണുക. ഇത് മൊത്തം എടുത്തിട്ട് ഇത് പകുതിയോളം എടുത്തിട്ട് ഷെഫ് എന്തൊക്കെയാ എടുത്തിട്ടത് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഓക്കെ, ഇഞ്ചി, വെളുത്തുള്ളി, വേറെ എന്തെങ്കിലും ഉണ്ടോ? പച്ചമുളക്, പിന്നെ എണ്ണ എടുത്തിട്ടോ. ആ മുട്ട തിരിയുന്നില്ലല്ലേ ഈ കൊച്ചിൻ്റെ കണക്കാ, തലയിരിഞ്ഞ സ്വഭാവം. എന്നെ സ്വഭാവം. ഓ എന്റെ മോനെ, അടിപൊളി റോസ്റ്റ്. തക്കാളി ഇടണം. തക്കാളി ഫുൾ എടുത്തില്ല, കുറച്ച് ഇച്ചിരി. പിന്നെന്താണ് നിങ്ങളുടെ നാട്ടിലൊന്നും ഇച്ചിരി എന്ന് പറയാറില്ല? ഒത്തിരി. അല്ലേ കുറച്ചിന് എന്താ പറയാ? കുറച്ച്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് തിരിക്കുന്നുട്ടോ, തിരിച്ചിട്ട് എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇടുവാണ്. അപ്പോൾ തിരിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്നു. എന്ത് രസമല്ലേ. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മുടെ ലഡാക്കിലെ കൊണ്ടോണ്ടി വന്നാ ലഡാക്കിലേക്ക് പോകേണ്ടി വന്നു. ലഡാക്കുമായിട്ട് ഞാൻ ലഡാക്കുമായിട്ട് അവിടെ ഞാൻ ലഡാക്കുമായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ എന്നെ ഹലാക്കിലാക്കി. നമ്മളിത് അടച്ചു വെച്ചോട്ടെ കുറച്ചു നേരം. എന്താണ് കൂട്ടി വെക്കട്ടെ? ഞാനൊരു അനുകരിക്കുന്ന ഒരു താരത്തിന്റെ അടുത്ത് പറയും, നമ്മൾ തീ കുറച്ചായിരുന്നു വെച്ചോണ്ടിരുന്നത്. അതാണ് ഇത് വേഗം പറ്റിയത്. ഇല്ല വേറെ എന്താ ഇച്ചിരി അല്ല കുറച്ച്. അപ്പൊ നമുക്ക് കൂടുതൽ കാണുന്നത് ഈ കോടീശ്വരനില്ലാത്ത ഒരു ചോദ്യം ചോദിക്കലുണ്ട്. അല്ല, സുരേഷ് ഗോപിയുടെ ചോദ്യം ചോദിക്കുന്ന സ്റ്റൈല് മച്ചാ ഒന്ന് എടുത്തിട്ടാ. കോടീശ്വരനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുരേഷ് ഗോപിക്ക് തന്നെ 2 ടൈപ്പ് സൗണ്ട് ഇല്ല? അതെ, 2 സൗണ്ട്. പകുതി എനക്കുള്ളതാണ്.
ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എഗ്ഗ് കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ്. അത് ഒളിച്ച് നോക്കിയാൽ മാത്രമേ ഈ ഡിഷിൻ്റെ ഐറ്റം പുറത്തു വരൂ. കഴിഞ്ഞു കണ്ടോ, ഇപ്പൊ ശ്രദ്ധ മാറ്റിക്കാനാണെന്ന് മനസ്സിലായി ക്ലിയർ ആയിട്ട്. പക്ഷെ ആ ഏകലവ്യനാണ് എന്റെ സ്വൈബു. ഏകലവ്യൻ മനസ്സിലാവുന്നില്ലേ? മനസ്സിലായി. 7 പ്രാവശ്യം വീട്ടിൽ നിന്ന് മറ്റുള്ളവർ പിടിച്ചിടിച്ചത്. കാരണം അവൻ എന്ത് ഒളിഞ്ഞു. ശരിയല്ല കേട്ടോ. ഞാനേ ഒളിഞ്ഞു നോക്കുന്നത് വേറെ എന്തോ വിചാരിച്ചു. വിദ്യകൾ ഒളിഞ്ഞു നോക്കി പഠിക്കുന്ന മിഥ്യാധാരണ. അതാ അതെ, അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ആ ഏകലവ്യൻ കേട്ടാ, മറ്റല്ല. ഇത് ഇച്ചിരി വറ്റാണുണ്ടല്ലോ. ഉണ്ടല്ലേ? പറ്റിക്കോ എണ്ണ കൂടി പോയത്. എണ്ണ കൂടി പോയാൽ ആവശ്യമില്ലാത്ത എല്ലാം ഈ പക്ഷെ നമ്മള് കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ ഫുൾ എണ്ണ തന്നെ ഒഴിച്ചു. അത്രയും തന്നെയാണ്. പക്ഷെ അവൻ എന്നിടയ്ക്ക് വെള്ളം ചേർത്ത്. എന്തോ ഞാനൊന്നും ചേർത്തില്ല. നെയ്യ് പിന്നെ എടുത്തിട്ടു അല്ലേ? സന്തോഷം. നെയ്യ് പിന്നെ എടുത്തിട്ടു. ആ വല്ലാത്തൊരു ഇത് തന്നെ ഇടങ്ങേറ് തന്നെ. ഒന്നും അങ്ങോട്ട് മോനെ പായസത്തിന് ഷെഫിന്റെ മസാല, ഓക്കെ. മാന്ത്രിക മസാല ഇടാൻ പോവാണ്. ഇതാ 1 സ്പൂൺ. ഇനി സ്പൂൺ കൂടി പോകുന്നു. കറക്റ്റ് 1 സ്പൂണാ? നോക്കിക്കോണം. നോക്കി പിടിച്ചോ. കറക്റ്റ് 1 സ്പൂൺ. ജീവിതത്തിൽ കണ്ടുപിടിക്കത്തില്ല ആ മണമൊന്നും. നേരട്ടെ. ഓ ധൈര്യമായിട്ട് കിട്ടോ. ഉറപ്പല്ലേ? രണ്ടുപേർക്കും ചീത്ത പേര് കിട്ടുകയാണെങ്കിൽ ഒരുമിച്ച് കിട്ടട്ടെ. ഇത്രയും വേണമായിരുന്നോ? 1 സ്പൂൺ പറഞ്ഞേ. ഇതിൻ്റെ അകത്ത് എന്തോ സാധനം. അതിലൂടെ കഴിക്കേണ്ട സാധനങ്ങൾ ആൾക്കാർ വിളിച്ച് പറയുക. കള്ളപ്പം കിട്ടും. പഞ്ചസാര, പഞ്ചസാര, കുറച്ച് പഞ്ചസാര ഇട്ട് കേട്ടോ. പ്ലേറ്റിനുള്ള പ്ലേറ്റ് സംഘാടകരെ ശരിയാക്കിക്കൊള്ളി. ബാക്കിയൊക്കെ സെറ്റ്. കപ്പ് കേക്ക് മുട്ട റോസ്റ്റ് റെഡി. ഇത് കുറച്ച് കരിവേപ്പില വന്നിട്ടുണ്ട്. കറക്റ്റ്. കറിവേപ്പില വന്നിട്ടുണ്ട്. കറിവേപ്പിലയും നമ്മുടെ മല്ലിയും. ഓക്കെ. വെന്തില്ല. ഇവൻ വെന്തില്ല. എന്താണ് ഇത് മതി. ഇത് കരിവേപ്പില. റെഡി. മതി, അത്രയും മതി എനിക്ക്. നമ്മള് ഇത് കുറച്ച് കറിവേപ്പില എടുത്തിട്ടു. കുറച്ചുകൂടെ അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ ഇട്ടു. പിന്നെ അത് തേങ്ങാപ്പാലായിരുന്നില്ലേ? പറഞ്ഞു കൊടുക്ക് ഷെഫ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇതാ മല്ലിയില ഇങ്ങനെ ഒടിച്ചിട്ട് കത്തി കുറച്ച് സ്ലോ. ഓക്കെ, അതെടുത്തിട്ടു. തേങ്ങാപ്പാൽ ഇടട്ടെ. ലുക്കിംഗ് ദ സോൾട്ട് പിടിച്ചോ. നമ്മൾ 2 ഡിഫറെന്റ് സ്റ്റൈൽസിലാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇപ്രാവശ്യം. സോ നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ അറിയാം. മാറി കരിഞ്ഞ കരിഞ്ഞില്ല. റോസ്റ്റ് ചെയ്ത് കാരമലൈസ്ഡ് ആൻഡ് റോസ്റ്റഡ് ആണ്. ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയ? അല്ല എനിക്ക് പറയണം. രാജ ഇത് കേട്ടിട്ട് രാജ നീ ഒരു കാര്യം മനസ്സിലാക്കി. കുട്ടിക്കാലത്ത് നിന്റെ വാക്കം കേട്ട് ഓർമ്മ പോലും ഇല്ലാത്ത ബുദ്ധി പോലും ഇല്ലാത്ത പ്രായത്തിൽ ഇറങ്ങി വന്ന എന്റെ വാക്ക് കേൾക്കാതെ നീ പറഞ്ഞു മെനഞ്ഞാന്ന് കണ്ട ഈ കൊച്ചിന്റെ വാക്ക് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതല്ല, നീ അവളെ തെറ്റിച്ച്. അങ്ങനെ പറഞ്ഞു കൊടുത്തു ചേട്ടാ. തെറ്റിച്ച് എന്തായാലും ഷെഫിന്റെ ആ ഒരു ആഗ്രഹം അങ്ങോട്ട് ആഗ്രഹമൊന്നുമല്ല. എനിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. എന്നെ നമ്പണോ നിന്നെ നമ്പരുത്. ഭയങ്കര പ്രിപ്പറേഷനില്ല. നമുക്ക് നോക്കാം എന്താണെന്ന്. എന്തെങ്കിലുമൊക്കെ സമാധാനം. നമുക്കിനി തുടങ്ങാം. ഓക്കെ, നമുക്ക് മുട്ട. ചൂടാണോ? ചൂടാണ് മുട്ട. എനിക്ക് മുട്ട മതി. മറ്റതെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കട്ടെ. സിമ്പിൾ മുട്ട റോസ്റ്റ്. മുട്ട റോസ്റ്റ് ഇപ്പൊ പറഞ്ഞു. മുട്ട കപ്പ് കേക്ക്. അതെ,
കപ്പ് കേക്ക് റോസ്റ്റ്. കേക്ക് റോസ്റ്റ്. ഇപ്പോൾ എഗ് കപ്പ് കേക്ക് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആക്ച്വലി ഇതൊക്കെ കുട്ടികൾക്കുള്ളതാണ്. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവർക്ക് ഈ കപ്പ് കേക്ക് പോലെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. പറഞ്ഞു മനസ്സിലായി. കേട്ടോ എനിക്കും ചേട്ടാ ഞാൻ ഹെൽപ്പ് ചെയ്തു. സോറി പിന്നെ മറന്ന അവസരം. ഇതിന്റെ പേരാണ് നമ്മുടെ ഇതിന്റെ പേരാണ് നമ്മുടെ എഗ് കപ്പ് കേക്ക് മസാല. കപ്പ് കേക്ക് മസാല. ഇന്നത്തെ എപ്പിസോഡിലും കുറച്ച് ഗിഫ്റ്റ്സ് കൊടുക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇടിയപ്പൊടി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ പുട്ടുപൊടിയാണ്. മനഃപൂർവ്വം അളിയാ, നിനക്ക് മനഃപൂർവ്വമാണ് ഈ മേജർ നമ്മൾ അന്വേഷിച്ച് എന്ന് കണ്ടുപിടിക്കണം. ഈ മേജർ കാരണം എന്ന് വെച്ചാൽ ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ടുണ്ടാകും. അടുത്ത 6 മാസം നിന്റെ വീട്ടിൽ പുട്ട്. അത് പച്ചവെള്ളത്തിൽ നമുക്ക് കുഴച്ച് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൊടുക്കാം. മേജറിന്റെ പുട്ടുപൊടി. അപ്പൊ ഇത് റിച്ച് ഇൻ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡേറ്റ്സ് പുഡിംഗ് കേക്ക് ആണ്. സ്പൈസ് കേക്കിന്റെ ഡേറ്റ്സ് പുഡിംഗ് കേക്ക്, പുട്ടല്ല. അപ്പൊ ഈ ഗിഫ്റ്റ് നമ്മുടെ ചേട്ടന് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കൊടുക്കാണ്. അപ്പൊ നമ്മുടെ ബിലൂസിന്റെ 1 മാസത്തേക്കുള്ള ക്ലീനിങ് കിറ്റ് ആണ് ചേട്ടന് ഗിഫ്റ്റ് ആയിട്ട്. അടുത്തതായിട്ട് നമ്മുടെ സാൻസി കറി മസാല. അപ്പൊ ഇത് നമ്മുടെ മുംതാസ് ഗോൾഡിന്റെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ബിരിയാണി റൈസ് ആണ്. നമ്മുടെ കേരളക്കരയിലെ റാണി. ഇതറിയോ? വീണ്ടും ഉമ്മറയ്ക്ക് പറഞ്ഞു എന്റെ വൈഫ് റാണി പ്രശ്നാക്കി. റാണിയാണ്. ലൈക്ക് ദാറ്റ്. യെസ് യെസ്. സോ നമുക്ക് എന്തായാലും സൈൻ ഓഫ് പറയണ്ടേ? അപ്പൊ നമ്മൾ എല്ലാവരും ഇനി അടുത്ത എപ്പിസോഡിൽ പിന്നെ വീണ്ടും വരുന്നതായിരിക്കും പുതിയൊരു ഫുഡ് ഐറ്റം ആയിട്ട്. അടുത്ത എന്താണ് ഷെഫായിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പൊ അടുത്ത ആഴ്ച തന്നെ നമുക്ക് കാണണം. അപ്പൊ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ. രാജാ സാഹിബ്. Bye.